ആ കുട്ടി എപ്പോഴാണ് നാട്ടിൽ നിന്ന് വരുന്നത്? ഇന്ന് രാത്രിയാണ് തോന്നുന്നത്. എന്റെ വീട്ടിൽ നിന്ന് നല്ല പത്തിരി ബീഫൊക്കെ ഉണ്ട് മുപ്പിനടുത്ത് കൊടുത്തയച്ചിട്ട്. ഇന്ന് രാത്രി റൂമിൽ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. എനിക്കും സാധനം ഉണ്ട്. അത്യാവശ്യമുള്ള കുറച്ച് മരുന്നും ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്. ആ റിങ് ചെയ്യണ്ടല്ലോ. ആളെത്തിയാ? ഹലോ, അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഇതാ വന്നിറങ്ങി റൂമിൽ കണ്ട് എത്തണുള്ളൂ. ഞങ്ങള് രാത്രിയാണ് വരുന്നതെന്ന് വിചാരിച്ചു. അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വൈകുന്നേരമാണെന്ന്. ഞാനും മുസ്തഫ ഉണ്ട് ഇവിടെ. ഞങ്ങളവിടെ വരുന്നുണ്ട്. ആ വരി. ഞാൻ അപ്പോഴൊക്കെ റൂമിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടാ. ഇവിടെ കുറച്ച് പൊറാട്ടയും കൂടി വാങ്ങണം. എന്തിനാ അത്? ഇറച്ചിയും പത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്ക് വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെ നാട്ടിലെ വിശേഷങ്ങള്? നാട്ടിൽ ഭയങ്കര മഴടാ. ഇവിടുത്തെ ചൂട് കണ്ടില്ലേ? ഔ, അത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ മനസ്സിലായി. എവിടെ ഞങ്ങളെ സാധനങ്ങളൊക്കെ ഇവിടെ? ഇരിക്കെ ഞാൻ പറയട്ടെ. ഞമ്മള് തമ്മിൽ ഇങ്ങനെ മുഖതാവര് കാണാനുള്ള ഒരു യോഗം ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. എന്റെ ഭാര്യന്റെയും കുട്ടികളെയും പ്രാർത്ഥനയോട് മാത്രമാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ ഇരുത്തിയിരിക്കണത്. എന്തുപറ്റി? നിങ്ങളെ രണ്ടാളെ വീട്ടിൽ നിന്നും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതെല്ലാം കൂടി പെട്ടിയിൽ അടക്കി വെക്കുമ്പോഴാണ് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഇവിടെ ഓൻ്റെ മോൻക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി അച്ചാറ് കൊണ്ടുവരുന്നത്. അതും എൻ്റെ കൂട്ടുകാർ ഇവിടെ ഒന്ന് വാങ്ങിക്കോളൂന്നേ പറഞ്ഞിരുന്നത്. പക്ഷെ ആ ബോട്ടിലിന് ചെറിയൊരു ലീക്ക് കണ്ടപ്പം എൻ്റെ വൈഫ് അത് വേറൊരു ബോട്ടിലേക്ക് മാറ്റേനി. അപ്പോഴാണ് അച്ചാറിൽ ഒളിപ്പിച്ച രീതിയിൽ 4 പാക്കറ്റ് കിട്ടുന്നത്. അതോടുകൂടി ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി. പിന്നെ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ള ഡ്രസ്സ് കൊടുത്തിട്ട് ഞാനിങ്ങോട്ട് പോരായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യൂലായിരിക്കും. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്. ഞാൻ ഈ ലീവിന് പോയ സമയത്ത് 30 ദിവസം എൻ്റെ ഒപ്പം ഒന്നിച്ചുണ്ടായിരുന്ന ഈ സുഹൃത്ത് ഇങ്ങനെ ചെയ്തെങ്കിൽ ഈ ലോകത്ത് ഞാൻ ആരെ വിശ്വസിക്കുക? അതെങ്ങാനും ഞാൻ അറിയാതെ കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ഞാൻ മരിച്ചതിന് തുല്യല്ലേ? ഇങ്ങനെ ചതിയിൽപ്പെട്ട് ജയിലിൽ ജീവിക്കുന്ന എത്ര നിരപരാധികളുടെ കുടുംബമാണ് നാട്ടിൽ യത്തീമായിട്ട് കഴിയുന്നത്?